4 കാര്യങ്ങൾ നിന്റെ ജീവിതത്തിൽ നീ ഒരിക്കലും ഉപേക്ഷിക്കരുത്. അതിലൊന്നാമത്തേത് അല്ലാഹു സുബ്ഹാനഹു വ തആല നിനക്ക് ചെയ്തു തന്ന അനുഗ്രഹങ്ങൾക്കുള്ള നന്ദിയാണ്. നന്ദിയില്ലെങ്കിൽ നമ്മുടെ ജീവിത വിഭവങ്ങളിലുള്ള വർധനവ് തടയപ്പെടും. നോക്കൂ, നിങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് ലൈൻ ശകർത്തും ലഅസീദന്നകും, നിങ്ങൾ നന്ദി ചെയ്യുകയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വർധനവ് നൽകുക തന്നെ ചെയ്യും എന്നാണ് അല്ലാഹു പറഞ്ഞത്. രണ്ടാമത്തേത് അള്ളാഹുവിനെ കുറിച്ചുള്ള സ്മരണയാണ്. ദൈവസ്മരണയില്ലെങ്കിൽ അള്ളാഹു നമ്മെയും വിസ്മരിക്കും. അള്ളാഹു പറഞ്ഞതേറെ ശ്രദ്ധേയമാണ്. ഫദ്കുറൂനി അദ്കുറുക്കും, നിങ്ങൾ എന്നെ ഓർക്കുകയാണെങ്കിൽ ഞാൻ നിങ്ങളെയും ഓർക്കും എന്ന്. അപ്പോൾ മലിക്കുൽ ജബ്ബാറായ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഓർക്കണമെങ്കിൽ, നമ്മെ പരിഗണിക്കണമെങ്കിൽ നാം അവനെക്കുറിച്ചുള്ള സ്മരണ സദാ നിലനിർത്തേണ്ടതുണ്ട്. മൂന്നാമത്തേത് പ്രാർത്ഥനയാണ്. പ്രാർത്ഥനയില്ലെങ്കിൽ അള്ളാഹു നമ്മെ പരിഗണിക്കുകയില്ല, നമുക്ക് ഉത്തരം നൽകുകയുമില്ല. ഉദ്ഉനി അസ്തജിബ് ലക്കും, നിങ്ങൾ എന്നോട് പ്രാർത്ഥിക്കുക, ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകാം എന്നാണ് അള്ളാഹു പറഞ്ഞത്. പ്രാർത്ഥനയില്ലാതെ എങ്ങനെയാണ് നമ്മുടെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുന്നത്? അള്ളാഹു എങ്ങനെയാണ് നമ്മെ പരിഗണിക്കുന്നത്? അതുകൊണ്ട് പ്രാർത്ഥനയുണ്ടാകണം നമ്മുടെ ജീവിതത്തിൽ. നാലാമത്തേതായി ഇസ്തിഗ്ഫാറാണ്, അഥവാ പാപമോചന പ്രാർത്ഥന. പാപമോചന പ്രാർത്ഥനയില്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിലുള്ള വിജയങ്ങൾ നമുക്ക് തടയപ്പെടും. നോക്കൂ, അള്ളാഹു പറയുന്നത് വമാ കാന അല്ലാഹു മുഅദ്ദിബഹും വഹും യസ്തഗ്ഫിറൂൻ, അവർ പാപമോചന പ്രാർത്ഥനകൾ നടത്തുന്ന കാലമത്രയും അള്ളാഹു അവരെ ശിക്ഷിക്കുന്നതല്ല എന്ന്. അപ്പോൾ അള്ളാഹുവിൻ്റെ അദാബ് വരാതിരിക്കണമെങ്കിൽ, അവൻ്റെ പരിഗണനയുണ്ടാകണമെങ്കിൽ, നമ്മുടെ ഉപജീവനത്തിൽ നമുക്ക് അനുഗ്രഹം ലഭിക്കണമെങ്കിൽ നമ്മൾ നിരന്തരമായി പാപമോചന പ്രാർത്ഥനകൾ, ഇസ്തിഗ്ഫാറുകൾ വർദ്ധിപ്പിക്കണം. ഭാര്യയുടെ അടുത്തൊരു വിഷയം കാണുന്ന സമയത്ത് മറ്റുള്ളവരുടെ ഇടയിൽ നിന്ന് ഭാര്യനോട് അത് പറയാൻ പാടില്ല. സ്വന്തം മക്കളുടെ ഇടയിൽ ഒരു വിഷയം വന്നാൽ ബാക്കിയുള്ള മക്കൾ, ആരാന്റെ മക്കളെ കുറിച്ചല്ല പറയുന്നത്, മൂത്ത മകന്റെ അടുത്തൊരു വിഷയം കണ്ടു, താഴെ 2-3 കുട്ടികളുണ്ടെങ്കിൽ ആ 2-3 കുട്ടികളുടെ മുന്നിൽ വെച്ചുകൊണ്ട് മൂത്ത മകനോട് ഈ വിഷയത്തെ കുറിച്ച് സഹകരിക്കാൻ പാടില്ല എന്നാണ് പരിശുദ്ധ ഇസ്ലാമിന്റെ അധ്യാപനം. ഏതൊരാളുടെ അഭിമാനവും വളരെ പ്രധാനപ്പെട്ടതാണ്. ആ അഭിമാനത്തെ നമ്മൾ ഒരിക്കലും തന്നെ നിസ്സാരാക്കാൻ പാടില്ല. ഒരാളുടെ അഭിമാനത്തെ ഒരിക്കലും നമ്മൾ വ്രണപ്പെടുത്താൻ പാടില്ല. അത് എന്തിന്റെ പേരിലാണെങ്കിലും. ഒരു കള്ളുകുടിയാനായ മനുഷ്യനാണ്, ആ കള്ളുകുടിയാനായ മനുഷ്യനെ പോലും പൊതുമധ്യത്തിൽ ഇട്ടുകൊണ്ട് നമ്മൾ ശകാരിക്കാൻ പാടില്ല. ആ മനുഷ്യനെ സ്വകാര്യതയിൽ വിളിച്ചുകൊണ്ട് പറയണം, മോനെ കള്ളു കുടിക്കരുതേ, അത് തെറ്റാണ് മോനെ. സ്വകാര്യതയിൽ വിളിച്ചു പറയണം. പരസ്യമായിട്ട് ഒരാളെ ഉപദേശിക്കണം. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കില്ലല്ലോ. നമ്മളെന്തിനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കാൾ വലിയ ഈമാൻ കാണിക്കണത്? ഒരിക്കലും മുത്തനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബത്തിന്റെ കൂട്ടത്തിൽ ഇരിക്കുന്ന സമയത്ത് ഒരാൾ മുന്തിരി കൊടുത്തു. മുന്തിരി കൊടുത്ത സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത് വാങ്ങി ആ മുന്തിരി മുഴുവനും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഭക്ഷിച്ചു. ഇത് കണ്ടപ്പോൾ സ്വഹാബത്തിനൊരു സംശയം. സാധാരണ അങ്ങനെ എന്തെങ്കിലും കിട്ടിയ 1-2 മുന്തിരി റസൂലുള്ളാഹി ഭക്ഷിക്കും, എന്നിട്ട് ബാക്കി വിതരണം ചെയ്യല. ഇതെന്താ ഇന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് നമുക്ക് തരാതെ മുഴുവനും കഴിച്ചത് എന്ന് സ്വഹാബത്തിനൊരു സങ്കടം, ഒരു വിഷമം ഒക്കെ. ഈ മനുഷ്യൻ പോയ ശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ച്, അല്ല എന്താ നബി അങ്ങനെ ഇതേ? സാധാരണ ഞങ്ങൾക്കൊക്കെ തരലുണ്ടല്ലോ, അതിന് ബർക്കത്ത് ഞങ്ങൾക്ക് കിട്ടലുണ്ടല്ലോ. മുന്തിരി ഇട്ടാത്ത വിഷമല്ല, ബർക്കത്ത് ഇട്ടാത്ത വിഷമ, എന്റെ തരാത്ത ചോദിച്ചു. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മറുപടി, ഇന്നത്തെ ആ മുന്തിരി കുറച്ച് പുളി അധികമായിരുന്നു. അപ്പൊ ഞാനത് നിങ്ങൾക്ക് തന്നാൽ നിങ്ങളത് കഴിക്കുമ്പോൾ നിങ്ങളുടെ മുഖത്ത് ആ പുളിയുടെ ഒരു ഭാവം വന്നാൽ അത് ഈ മനുഷ്യന് വിഷമാവും. അല്ല നിങ്ങളെങ്ങാനും അത് കഴിച്ചതിന് ശേഷം ഇന്നത്തെ കുറച്ച് പുളി അധികമാണല്ലോ എന്ന് പറഞ്ഞാൽ ഈ മനുഷ്യന് വിഷമാവൂലേ? അപ്പൊ അത് മനുഷ്യന് സങ്കടാവൂലേ? അതുകൊണ്ടാണ് ഞാൻ തരാനത് എന്ന് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശീലത്തിലെ നമ്മൾ എടുക്കേണ്ടത്. അതുകൊണ്ട് ഒരാളുടെ അഭിമാനത്തെയും പരസ്യമായിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? വ്രണപ്പെടുത്താൻ പാടില്ല. അങ്ങനെ ഒരാളുടെ അഭിമാനത്തെ നമ്മൾ പരസ്യമായിട്ട് വ്രണപ്പെടുത്തിയാൽ അയാളുടെ മനസ്സിൽ അതൊരു കറയായിട്ട് അവശേഷിക്കുന്നുണ്ടെങ്കിൽ വല്ലാഹി അതൊരിക്കലും തന്നെ കഴിച്ചില്ലാവില്ല. പടപ്പുകളോടുള്ള ബാധ്യത അല്ലാഹു തആല വിട്ടുകൊടുത്ത് മാപ്പ് ചെയ്തു തരും എന്ന് ഒരാളും കരുതണ്ട. അത് ആ പടപ്പ് എന്നെ വിട്ടുകൊടുത്ത് മാപ്പ് ചെയ്തു തരണം. ഇനി ഒരാളോടൊരു കാര്യത്തെ ഉപദേശിക്കുകയാണെങ്കിൽ ആ ഉപദേശത്തിന്റെ രീതി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചില്ലേ? പരസ്യമായിട്ട് ഉപദേശിക്കാൻ പാടില്ല, രഹസ്യമായിട്ട് ഉപദേശിക്കണം. അതും നല്ല വാക്കുകളെ കൊണ്ട് ഉപദേശിക്കണം. അയാൾക്ക് കാര്യം പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റുന്ന രൂപത്തിൽ അയാളോട് ഓർമ്മപ്പെടുത്തണം. എന്നിട്ട് നീ പറഞ്ഞിട്ടും അയാൾ നന്നാകുന്നില്ലെങ്കിൽ നീ എന്താ ചെയ്യേണ്ടത്? അയാളെ വയ്ക്കൂട്ടില്ല, എന്നാലും പരസ്യമായിട്ട് നമ്മൾ ചെയ്യാൻ പാടില്ല, മോശമാക്കാൻ പാടില്ല.